ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 25,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 20,000 രൂപയുടെയും 25,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. വോയിസിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 16 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 5100 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള iQOO Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 5G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7200 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 8 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഇതല്ല നിങ്ങൾക്ക് റിയൽമിയുടെ ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ റിയൽമിയുടെ റിയൽമി 12+ അതുപോലെ തന്നെ നാർസോ 70 Pro എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. ഈ ഫോണുകളിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. 9 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും മെയിൻ ക്യാമറ സെൻസറിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ 16 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. നാർസോ 70 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 18,800 രൂപ പ്രൈസ് റേഞ്ചിലും 12+ എന്നുള്ള സ്മാർട്ട് ഫോൺ 21,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന റിയൽമിയുടെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 16 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോൺ കിട്ടുന്നുണ്ട്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഏകദേശം ഇതിനടുത്ത് വരുന്ന സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ 32 MP ഒരു ടെലിഫോട്ടോ ലെൻസും ലഭിക്കുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ നോക്കാം. പക്ഷേ വില 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഓഫറിൽ OnePlus Nord 3 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഓഫർ പ്രൈസിംഗ് ആണ്. ഒറിജിനൽ പ്രൈസിംഗ് പൊതുവെ ഇതിലും കൂടുതൽ കാണാറുണ്ട്. എന്തായാലും ഇപ്പം ഈ ഒരു ഫോൺ OnePlusൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.74 ഇഞ്ചിൻ്റെ 1.5K അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 9000 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. സോണി IMX890 മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. 16 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 21,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ പലപ്പോഴും ഈ ഒരു ഫോൺ 25,000 രൂപയ്ക്ക് താഴെ കാണാറില്ല. അപ്പം ഈ ഒരു ഫോൺ ഇനി നോക്കുമ്പോൾ 25,000 രൂപയ്ക്ക് താഴെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ OnePlusൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷനാണ് OnePlus Nord C4. ആ ഫോണിൻ്റെ വില 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ വരുന്നുള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻഫിനിക്സിൻ്റെ ഒക്കെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ Infinix Zero 35G എന്ന ഫോൺ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 8020 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 108 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. വോയിസിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. 50 MP സെൽഫി ക്യാമറ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ മോട്ടറോളയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ
മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസർ വരുന്നുണ്ട്. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. OSന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വിവോയുടെ അല്ലെങ്കിൽ ഐക്യൂടെ ഒരു കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഐക്യൂ Z7 Pro അല്ലാന്നുണ്ടെങ്കിൽ വിവോ T2 Pro എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 10 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4600 mAh ബാറ്ററിയും 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഹോണർ X9B എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഹോണറിന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേയാണ് ഇതിലും വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 108+5+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5800 mAh ബാറ്ററിയും 35 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ സാംസങ്ങിന്റെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം സാംസങ് F54 5G എന്ന ഫോൺ വരുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. Exynosന്റെ 1380 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 108+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമിയുടെ പഴയ ഫോൺസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റിയൽമി GT Neo 3 എന്നുള്ള സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പഴയ ഫോൺസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 8100 എന്നുള്ള പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമായിട്ട് വരുന്ന ഒരു വെർഷനും 4500 mAh ബാറ്ററിയും 150 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. 23,000 24,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT 5G എന്ന ഫോൺ വരുന്നുണ്ട്. പഴയ ഫോൺസ് ഓക്കെ ആണ് എന്നതിൽ മാത്രം ഇതെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 6.43 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 13 5G ബാൻഡ്സ് വരുന്നുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4500 mAh ബാറ്ററിയും 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 24,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പോക്കോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. 6.6 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 12-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് താഴെ നത്തിങ്ങിന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. MediaTek Dimensity 7200 Pro എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മിയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ റെഡ്മി Note 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.6 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 10 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇൻഫിനിക്സിന്റെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ Infinix GT20 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 10-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
MediaTek Dimensity 8200 Ultimate എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ 108+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വരുന്നുണ്ട്. പിന്നെ പുറത്ത് ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ F25 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേന് വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 67 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ കേർഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Vivo V29e എന്ന സ്മാർട്ട് ഫോണും ഓഫ്ലൈൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണൊന്നുമല്ല. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 64+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം 25,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 21,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ OnePlus Nord 3 എന്നുള്ള സ്മാർട്ട് ഫോൺ എടുത്തേക്കാം. പലപ്പോഴും ഈ ഒരു ഫോൺ ഓഫറിൽ കാണാറില്ല. ഓഫറിലില്ല എന്നുണ്ടെങ്കിൽ iQOO Z9 അല്ലാന്നുണ്ടെങ്കിൽ Vivo T3 എന്നീ ഫോണുകളും ഞാൻ എടുത്തേക്കാം. കേർഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ Realme P1 Pro എന്നീ ഫോണുകളും സെലക്ട് ചെയ്തേക്കാം. പിന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ഫോണിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ Poco X6 Pro എന്ന സ്മാർട്ട് ഫോൺ നോക്കിയേക്കാം. പിന്നെ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ലഭിക്കുന്ന Nothing Phone 2a ഞാൻ സെലക്ട് ചെയ്തേക്കാം. ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന്